ഹലോ ഓൾ, വെൽക്കം ടു PK ലേണിങ്സ്. അപ്പോൾ നമ്മൾ PYQ സീരീസിൻ്റെ അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ PSC ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മേഖലയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നാലാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് തീരില്ല, നമ്മളൊരു എപ്പിസോഡും കൂടെ എടുക്കും. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് 2020 തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത്യാവശ്യം നമ്മൾ ടോപ്പിക്സും അതിൻ്റെ എക്സ്പ്ലനേഷൻസും കവർ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ടൈം പീരീഡിൽ വന്ന ഒരു ഇതാണെന്ന് മനസ്സിലായി. ഇംപീരിയൽ ബാങ്ക് എന്ന് പറയുമ്പോൾ 1921 ഇയർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്. നമുക്ക് ഈസിലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം 1921 എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആക്ടിൻ്റെ വർഷമൊക്കെ നമുക്കറിയാമെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. 34 റിസർവ് ബാങ്കിൻ്റെ ആക്ട് വരുന്നത്, അതുപോലെ റിസർവ് ബാങ്ക് വരുന്നത് 35 അപ്പോൾ നമുക്ക് ഈസിലി അത് എലിമിനേറ്റ് ചെയ്യാം. നമ്മൾ പോസിബിളി നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ളത് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് റിസർവ് ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും. കാരണം ഇന്ത്യയിലെ ഏതോ സുപ്രീം ആയിട്ടുള്ള ഒരു വലിയൊരു ബാങ്ക് ആണെന്ന് നമുക്ക് ക്വസ്റ്റിനോട് മനസ്സിലാവുന്നുണ്ട്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അത്ര റെലവൻസ് ഉള്ള ഒരു ബാങ്ക് ആയിരിക്കും. അങ്ങനെ രീതിയിൽ നമുക്ക് അറിയാവുന്ന രണ്ട് ബാങ്കുകളാണ് റിസർവ് ബാങ്കും നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBIയും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നാണെന്ന് നമ്മൾ ആദ്യമേ ലോജിക്കലി കൺക്ലൂഡ് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് റിസർവ് ബാങ്കിനെ ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോസ്റ്റ് പോസിബിളി ആൻസർ ആൻഡ് ചാൻസ് SBI തന്നെ ആയിരിക്കും. നമുക്ക് ആൻസറിലേക്ക് നോക്കാം. ഓപ്ഷൻ എ SBI തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. 1921 അഥവാ 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പിന്നീട് പേരുമാറ്റം സംഭവിക്കുകയും ദേശീയവൽക്കരിക്കുകയും ചെയ്തു. 1921 ബാങ്ക് ഓഫ് കൽക്കട്ട, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ 3 പ്രസിഡൻസി ബാങ്കുകൾ ലയിപ്പിച്ചാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. അപ്പോൾ നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ടൈം പീരീഡിൽ പ്രധാനപ്പെട്ട 3 ബാങ്ക് ഏരിയാസ് ഉണ്ടായിരുന്നു, 3 പ്രസിഡൻസീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ കൽക്കട്ടയും ബോംബെയും മദ്രാസും ആയിരുന്നു. ആ 3 ഏരിയകളിലും അല്ലെങ്കിൽ 3 പ്രസിഡൻസികളിലും അവരുടേതായിട്ടുള്ള ഒരു ബാങ്കുകൾ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചിരുന്നു. ഇത് 3 ലയിപ്പിച്ചാണ് പിന്നീട് ഒരൊറ്റ കോമൺ ബാങ്ക് ആക്കി മാറ്റിയത്. അതിനെയാണ് നമ്മൾ പ്രസിഡൻസി 3 കൂടി ചേർത്തിട്ട് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് സ്ഥാപനം നടന്നത് 1921 അപ്പോൾ പിന്നീട് ഇംപീരിയൽ ബാങ്കിന്റെ പേര് മാറ്റുകയായിരുന്നു സംഭവിച്ചത്. അപ്പോൾ 21 ഇതിനെ ലയിപ്പിച്ച് ഇംപീരിയൽ ബാങ്ക് ആക്കി മാറ്റി. ആ ഇംപീരിയൽ ബാങ്കിനെ 1955 എന്താക്കി മാറ്റി? നാഷണലൈസ് ചെയ്തു, അതായത് ദേശീയവൽക്കരിച്ചതിന് ശേഷം പേര് മാറ്റി SBI അഥവാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്കി മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ 21 എന്ന് പറഞ്ഞ വർഷവും 55 എന്ന് പറഞ്ഞ വർഷം ഓർത്തിരിക്കുക. ഇംപീരിയൽ ബാങ്ക് ആക്കി മാറ്റുന്നു. ഇംപീരിയൽ ബാങ്കിനെ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം അതിനെ വീണ്ടും എന്താക്കി മാറ്റുന്നു? SBI ആക്കി മാറ്റുന്നു. നിലവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പിൻഗാമിയായിട്ട് നമ്മൾ കരുതപ്പെടുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് ഓർത്തിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് കടക്കാം. ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ഫോമിങ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു. ഇപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കീവേഡാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കോഓപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം സഹകരണ ബാങ്കുകളാണ്. സഹകരണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടം ആളുകൾ കൂടിച്ചേർന്ന് അവരുടെ ഒരു കോമൺ വെൽഫെയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഇത് തുടങ്ങുന്നു. അപ്പോൾ അവർ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് തുടങ്ങുന്നുണ്ടാവും. ഫണ്ട് പൂൾ ചെയ്യാം. ഫണ്ട് പൂൾ ചെയ്തതിന് ശേഷം അവർക്ക് എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങാം. നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, അച്ചാർ കമ്പനികളും അതുപോലത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ നമ്മളിൽ ചിലവരും ചിലപ്പോൾ ഇതുപോലെ സഹകരണ സംഘങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവാം. അതിൽ നിന്നും എന്ത് ചെയ്യാം? ഒരു ഫിനാൻഷ്യൽ മോട്ടീവ് ഉണ്ടാക്കാം. അവരുടെ കൂട്ടത്തിലൂടെയുള്ള ആളുകളുടെ എല്ലാം ഒരു വെൽഫെയറിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് എന്താണെന്ന് അതായത് നോക്കാം. കംപ്ലൈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്, പ്രൊവൈഡ് ലോൺ ഓർ കൺസ്യൂമർ ഗുഡ്സ് ടു മെമ്പേഴ്സ്, ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കൺഫ്യൂസിംഗ് ആവാൻ സാധ്യതയുള്ളത് ഇക്കണോമിക് ഓർ വെൽഫെയർ ഓഫ് മെമ്പർ അല്ലെങ്കിൽ പ്രൊവൈഡ് ലോൺ ഓർ കൺസ്യൂമർ ഗുഡ്സ് ടു മെമ്പേഴ്സ് ആയിരിക്കാം. ഇത് തമ്മിൽ കൺഫ്യൂഷൻ വരാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നാണ്. ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ഫോമിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻ ദ എൻഡ് നമുക്ക് എന്താ അതിലൂടെ കിട്ടുന്നത് എന്നാണ് ചോദ്യം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇക്കണോമിക് വെൽഫെയർ ആണോ പ്രൊവൈഡ് ലോൺ ആണോ എന്ന് നോക്കുക. ലോൺ കൊടുക്കുക എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. ലോൺ കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം. നമ്മൾ ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ ലോൺ എടുക്കാൻ വേണ്ടി എടുക്കുന്നതല്ല, ലോൺ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പൈസ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് അതല്ല, അതൊരു മീൻസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ മോസ്റ്റ് പോസിബിൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരാൻ സാധ്യത ഇക്കണോമിക് വെൽഫെയർ ആവാം. നമുക്ക് നോക്കാം. ആൻസർ ബി ആണ്. ദ ഫണ്ടമെന്റൽ റീസൺ ഫോർ ഫോമിങ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു പ്രൊമോട്ട് ദ ഇക്കണോമിക് വെൽഫെയർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ത്രൂ മ്യൂച്വൽ എയ്ഡ് ആൻഡ് സെൽഫ് ഹെൽപ്പ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇക്കണോമിക് വെൽഫെയർ ആണ്. കൂട്ടത്തിലുള്ള ആളുകളുടെ ഒരു ഇക്കണോമിക് വെൽഫെയർ ഫോം ചെയ്യുക എന്നുള്ളതാണ്. Cooperative societies are voluntary organizations or associations of people who come together
ടു അച്ചീവ് എ കോമൺ ഇക്കണോമിക് ഗോൾ, പ്രധാനമായിട്ടും ഒരു കോമൺ ഇക്കണോമിക് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നത്. ദെയർ മെയിൻ പർപ്പസ് ഈസ് ടു ഹെൽപ്പ് മെമ്പേഴ്സ് ടു ഓവർകം ഇക്കണോമിക് ചലഞ്ചസ് ആൻഡ് ഇംപ്രൂവ് ദെയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. പ്രധാനമായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഫണ്ട് പൂൾ ചെയ്തതിന് ശേഷം നമുക്കൊരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അപ്പോൾ ഫിനാൻഷ്യൽ ടൈറ്റ് വരുന്ന ആളുകൾക്ക് എന്താണ് പ്രൊവൈഡ്, അവരുടെ ഇടയ്ക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ലോണുകളോ കാര്യങ്ങളോ കൊടുക്കാൻ പറ്റും, അത് പലിശ നമുക്ക് വാങ്ങാൻ പറ്റും. കൂടാതെ ഈ കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ്സ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. അതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഗുണം എന്ന് പറയുന്നത്. നമ്മൾ പലരും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പ്രധാനമായിട്ടും ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വെൽഫെയർ ഓഫ് ദി മെമ്പർമാർ തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. Economic welfare of members is the broadest and most fundamental objective. All other activities such as the providing loans, consumer goods or creating employment are means to achieve this ultimate goal. അപ്പോൾ ultimate goal എന്ന് പറയുന്നത് വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ് ആണ്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മീൻസ് ആണ് ലോണുകൾ കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡാഷ് ഈസ് എൻ അപ്പെക്സ് ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ഓൺ ദ ബർത്ത്ഡേ ഓഫ് മഹാത്മാഗാന്ധി ഓൺ 2 October 1958. ഗാന്ധിജിയുടെ ജന്മദിനത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു അപ്പെക്സ് ഓർഗനൈസേഷൻ ഏതാണ്? പക്ക ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, ഫാക്ച്വൽ നോളജ് വേണം. നഫേദ്, IFFCO, NCDC, NDDB 4 കാര്യങ്ങളുണ്ട്. നമുക്ക് ആകെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വർഷം തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിനെ പറ്റി ഫാക്ച്വൽ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. NDDB എന്ന് പറയുന്നത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് എന്നൊരു ഊഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം അത് നടക്കുന്നത് 60കളിലാണ്, 60കളിലും 70കളിലുമായിട്ടാണ് നമ്മൾ വൈറ്റ് റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിന് എയ്ഡ് കൊടുത്ത പ്രധാനപ്പെട്ട ഒരു സംഘടനയായിരുന്നു NDDB. അപ്പോൾ ആ ഒരു പഞ്ചവത്സര പദ്ധതിയായിട്ട് 3ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം ആ ഒരു ടൈം പീരീഡ് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിലോ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ NDDB ഒഴിവാക്കാൻ പറ്റും. ബാക്കി 3 ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ട് ഒരു നോളജ് തന്നെ വേണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് NAFED അഥവാ നഫേദ് ആണ്. നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് നഫേദ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ NAFED എന്ന് പറയുന്നത്. ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് ഓൺ October 2, 1958. 1958 ഒക്ടോബർ 2 ഇത് പ്രധാനമായിട്ടും രൂപീകരിക്കപ്പെട്ടത്. കോയിൻസൈഡിങ് വിത്ത് ഗാന്ധി ജയന്തി, ഗാന്ധി ജയന്തിയോട് എന്ത് ചെയ്തു, കോയിൻസൈഡ് ചെയ്യുകയായിരുന്നു അതിൻ്റെ സ്ഥാപനം. ഇറ്റ്സ് ആൻ അപ്പെക്സ് ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഫോർ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ്റെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ്സിൻ്റെ ഒരു മാർക്കറ്റിംഗ് ഏരിയകളുടെ ഒരു അപ്പെക്സ് ഓർഗനൈസേഷൻ ആയിട്ട് പ്രവർത്തിക്കുക എന്നാണ് NAFED അഥവാ നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന നഫേദിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധി ജയന്തിയായിട്ട് കോൺസൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് NAFED ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഈ പറഞ്ഞ ഓർഗനൈസേഷൻസിനെ പറ്റി ഒരു ബേസിക് അഡീഷണൽ ഫാക്ട് കൂടി ഞാൻ അവിടെ ആഡ് ചെയ്യാണ്. NAFED എന്ന് പറയുന്നത് നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. 1958 ഒക്ടോബർ 2 സ്ഥാപിതമായി. കൂടാതെ IFFCO എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ഒരു ഷോർട്ട് നെയിമാണ്. 1967 നവംബർ 3 IFFCO സ്ഥാപിതമായത്. 67 NCDC എന്ന് പറയുന്നത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. കോപ്പറേറ്റീവ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു കോർപ്പറേഷനാണ് NCDC എന്ന് പറയുന്നത്. 1963 മാർച്ച് 14 ഇത് സ്ഥാപിതമായത്. 1963 മാർച്ച് 14 ഇത് സ്ഥാപിതമായത്. NDDB എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ 1965 3ാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു വൈറ്റ് റവല്യൂഷൻ പോലുള്ള കാലഘട്ടത്തിലൊക്കെ എന്താണ് ഈ നാഷണൽ ഡയറി ഡെവലപ്മെന്റ്, അത് ധവള വിപ്ലവം നടക്കുന്ന സമയത്ത് അതിനുവേണ്ടി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്ത ഒന്നാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറയുന്നത്. അത് 65 ജൂലൈ 16 സ്ഥാപിതമായത്. അപ്പോൾ 4 എണ്ണത്തിന്റെ പേരും അതിന്റെ വർഷവും ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തെന്ന് പറയുന്നത് അടുത്തൊരു അപ്പെക്സ് ഓർഗനൈസേഷൻ ആണ് നബാർഡ്. നബാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ആണോ, ഡെവലപ്മെന്റ് ബാങ്ക് ആണോ, ഷെഡ്യൂൾഡ് ബാങ്ക് ആണോ? ഇതൊന്നും അല്ലേ, നൺ ഓഫ് ദിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക, നബാർഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ എവിടെയെങ്കിലും നമുക്ക് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ഒരു കണക്ഷൻ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കണം ആ ഒരു മേഖല എന്താണ്, അതിൻ്റെ ഉദ്ദേശം, അതിൽ ഫണ്ട് കൊടുക്കുന്നത് വഴി എന്താണ് ചെയ്യുന്നത് എന്ന് കണക്ട് ചെയ്തിട്ട് വേണം നബാർഡിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ അത് കോപ്പറേറ്റീവ് ബാങ്ക് ആവണമെങ്കിൽ എന്താണ്, കുറച്ച് ആളുകൾ ചേർന്ന് എന്താണ് കോപ്പറേറ്റീവ് സെക്ടറിൽ ഫോം ചെയ്യുന്ന ഒന്നായിരിക്കണം. നബാർഡിൻ്റെ ഒരു പ്രാഥമിക പർപ്പസ് അതെല്ലാം നമുക്ക് ലോജിക്കലി അറിയാം. ഡെവലപ്മെന്റ് ബാങ്ക് ആവാം, ഷെഡ്യൂൾഡ് ബാങ്ക് ആണോ, ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സംശയം വരാം, നബാർഡ് എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ബാങ്ക് ആണോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷൻ വരാം. ഇതൊന്നും അല്ലാത്തൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇതൊന്നും അല്ലേ എന്ന ചോദ്യം കൂടി വരാം. അപ്പോൾ നമുക്ക് എന്താണ് നബാർഡ് എന്നൊന്ന് മനസ്സിലാക്കാം. നബാർഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഫുൾ ഫോം ആണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് തന്നെ അതിൻ്റെ പേരിൻ്റെ ഫുൾ ഫോം തന്നെ അത് തന്നെയാണ്. അതായത് ഏത് മേഖലയുടെ ഡെവലപ്മെന്റ് ആണ്? അഗ്രികൾച്ചറിൻ്റെയും റൂറൽ ഡെവലപ്മെന്റിൻ്റെയും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എന്താണ്? ഓപ്ഷൻ ബി, അതൊരു ഡെവലപ്മെന്റ് ബാങ്ക് ആണ് എന്നൊരു ഉത്തരം നമുക്ക് കിട്ടി. ഇത് അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ദാറ്റ് ഫോക്കസസ് ഓൺ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഇറ്റ് ഇസ് ഒഫീഷ്യലി ക്ലാസിഫൈഡ് ആസ് ആൻ ഓൾ ഇന്ത്യ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ DFI. ഇതിനൊരു DFI ആയിട്ട് കണക്കാക്കുന്നത് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു ഓർഗനൈസേഷനിൽ പെട്ട ഒന്നാണ്. ഇറ്റ് ഇസ് കാറ്റഗറൈസ്ഡ് ആസ് എ ഡെവലപ്മെന്റ് ബാങ്ക്. അതായത് ഒരു മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്ന ഒന്നാണ് നബാർഡ് എന്ന് പറയുന്നത്, അഥവാ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്.
കൃഷിയുടെയും റൂറൽ ഏരിയയുടെയും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ് എന്ന് പറയുന്നത് നബാർഡ് അഥവാ ഒരു നബാർഡ് ബാങ്ക് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെവലപ്മെന്റ് ബാങ്കുകൾ എന്താണെന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. എ ഡെവലപ്മെന്റ് ബാങ്ക് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ്സ് മീഡിയം ആൻഡ് ലോങ് ടേം ഫണ്ട്സ് ഫോർ ക്യാപിറ്റൽ ഇന്റൻസീവ് ഇൻവെസ്റ്റ്മെന്റ്സ് and projects aimed at accelerating economic development in a specific sector like industry, housing or agriculture of a region. Their primary objective is public interest and development, not maximizing profit. പ്രധാനമായിട്ട് മനസ്സിലാക്കുക, ഒരു ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു മീഡിയം ആൻഡ് ലോങ് ടൈം ഫണ്ടുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനാണ്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടിയിട്ട്. അതായത് കൂടുതൽ മൂലധനം ആവശ്യമായിട്ടുള്ള മേഖലകളുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഫണ്ട് ചെലവഴിക്കുന്നത്. ഒരു മീഡിയം ടേമിലും ലോങ് ടേമിലുമായിട്ടാണ് ഇത് ചെലവഴിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ആക്സിലറേറ്റ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ എ സ്പെസിഫിക് റീജിയൻ, ഒരു പ്രധാന മേഖല, ഒരു പർട്ടിക്കുലർ മേഖലയിലെ കൂടുതലായിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ലൈക്ക് ഇൻഡസ്ട്രി ആവാം, ഹൗസിംഗ് ആവാം, അഗ്രികൾച്ചർ ആവാം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മേഖലയിലെ വികസനത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഡെവലപ്മെന്റ് ബാങ്കുകൾ ഫണ്ട് ചെലവഴിക്കുന്നത്. അപ്പം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നല്ല. ഒരു മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഫണ്ട് ചിലവഴിക്കുന്നതെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് ഇവരുടെ പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് മനസ്സിലാക്കുക. പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് ഇവരുടെ പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ഡെവലപ്മെന്റ് ബാങ്ക്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നബാർഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് കടക്കാം. IFSC consists of the total alphanumeric number of 10, 11, 9 or 12. അതായത് IFSC അത് പക്ക ഫാക്ച്വൽ നോളജ് ക്വസ്റ്റ്യൻ ആണ്. IFSC അഥവാ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബാങ്കുകളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് IFSC കോഡ് കൊടുക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ബ്രാഞ്ച് നെയിം ആൻഡ് IFSC കോഡ് എന്നൊക്കെ പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്, അക്കൗണ്ട് നമ്പറൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്താണ് ഈ IFSC കോഡ് എന്ന് അറിയണം, അല്ലെങ്കിൽ IFSC കോഡിൽ എത്ര നമ്പർ ഉണ്ടെന്നുള്ളത് ഫാക്ച്വൽ ഡാറ്റ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കേണ്ടി വരും. അപ്പോൾ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 11 ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. IFSC അഥവാ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റംസ് കോഡ് ഈസ് ആൻ ആൽഫ ന്യൂമറിക് കോഡ് അസൈൻഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു യൂണിക്ലി ഐഡന്റിഫൈ എവറി ബാങ്ക് ബ്രാഞ്ച് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ NEFT ആൻഡ് RTGS സിസ്റ്റംസ്. ഇറ്റ് ഹാസ് എ ടോട്ടൽ ഓഫ് 11 ആൽഫ ന്യൂമറിക് കോഡ്. അതായത് 11 ആൽഫ ന്യൂമറിക് കോഡാണ് എന്തിലുള്ളത്? IFSCയിലുള്ളത്. ഇനി എന്താണ് ഈ IFSC എന്ന് പറയുന്നത്? ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുന്ന, അതായത് NEFTയും RTGSും കേട്ടിട്ടുണ്ടാവും. NEFT എന്ന് പറയുന്നത് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഡിജിറ്റൽ നമ്മുടെ ട്രാൻസാക്ഷൻ ബാങ്കുകൾ വഴി നടത്തുന്ന ട്രാൻസാക്ഷൻ ആണ് NEFT അഥവാ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ നടത്തുകയോ RTGS അഥവാ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് നടത്തുകയോ ചെയ്യുന്ന ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഒരു യുണീക്ക് നമ്പറാണ് എന്ത്? ഈ പറയുന്ന IFSC എന്ന് പറയുന്നത്. ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ, അപ്പോൾ RBI ആണ് ഇങ്ങനത്തെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോഡ് അവർക്ക് കൊടുക്കുന്നത്. എന്തിനാണ്? ഓരോ ബാങ്ക് ബ്രാഞ്ചുകളെയും, ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഓരോ ബാങ്ക് ബ്രാഞ്ചുകൾ എവിടെ നിന്നാണ് പോയത് വന്നത് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ബ്രാഞ്ചുകൾക്കും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് RBI അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു യൂണീക് കോഡാണ് IFSC കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ബാങ്ക് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്ലേസിലാണെങ്കിൽ ആ ബ്രാഞ്ചിന് മാത്രമായിട്ട് ഒരു IFSC കോഡ് ഉണ്ടാകും. അതുവഴി നമുക്ക് ആ ബ്രാഞ്ചിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. അതാണ് IFSC കോഡ് അഥവാ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റംസ് കോഡ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കോഡിൽ ആൽഫ ന്യൂമറിക് നമ്പേഴ്സ് ആൻഡ് ഡിജിറ്റ്സ് ആയിട്ട് 11 ഡിജിറ്റ്സ് ആൽഫ ന്യൂമറിക് കോഡായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 എന്ന് പറയുന്നത് ദ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടൈം ലോൺസ് ഈസ് കോൾഡ്. അതായത് ചുരുങ്ങിയ കാലയളവിൽ ഷോർട്ട് ടൈം ലോൺസ് കൊടുക്കുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് ആണോ, ബിൽ മാർക്കറ്റ് ആണോ, അക്സെപ്റ്റൻസ് മാർക്കറ്റ് ആണോ, അഥവാ മണി മാർക്കറ്റ് ആണോ? ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റും. അത് മാർക്കറ്റ്സിനെ പറ്റിയിട്ട് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ. ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലോങ് ടൈം ആണ്. നമുക്കറിയാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. അതുപോലത്തെ മെഷീനറീസും കാര്യങ്ങളൊക്കെ ലോങ് ടൈമിലേക്ക് കൊടുക്കുന്നതാണ്. ആ ലോങ് ടൈമിൽ വരുന്ന സാധനങ്ങളാണ് ക്യാപിറ്റലിൽ വരിക. അങ്ങനെയാകുമ്പോൾ അതൊരിക്കലും ഷോർട്ട് ടൈമിൽ വരില്ല എന്നൊരു നമുക്കൊരു കോമൺ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. കൂടാതെ ബിൽ മാർക്കറ്റ്, അക്സെപ്റ്റൻസ് മാർക്കറ്റ്, മണി മാർക്കറ്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ മാർക്കറ്റും ടൈപ്സ് ഓഫ് മാർക്കറ്റിന്റെ ക്ലാസിഫിക്കേഷൻസിൽ ക്യാപിറ്റലും മണി മാർക്കറ്റും ആണെന്നുള്ളൊരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. നമുക്ക് ആൻസർ നോക്കാം. D ആണ്, മണി മാർക്കറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡിനനുസരിച്ചിട്ടാണ്. അതായത് എത്ര കാലാവധിക്കുള്ളിലാണ് ഇത് തിരിച്ചടക്കേണ്ടത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇതിനെ പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ കാലാവധിക്കനുസരിച്ച് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും തിരിച്ചിരിക്കുന്നത് ക്യാപിറ്റലായിട്ടും മണി മാർക്കറ്റായിട്ടുമാണ്. മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. പ്രധാനമായിട്ടും ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 1 ഇയറിനുള്ളിലാണോ പുറത്താണോ എന്നാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. ഒരു വർഷത്തിനുള്ളിലുള്ള ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് അതിന് പ്രൊവൈഡ് ചെയ്യുന്ന ലോണുകളും കാര്യങ്ങളൊക്കെ പെടുന്നതിനെ മാർക്കറ്റിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും മണി മാർക്കറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വർഷത്തിൽ മേലെയുള്ള ട്രാൻസാക്ഷൻസ് ആണ് എങ്കിൽ നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ക്യാപിറ്റൽ മാർക്കറ്റ്, ലോങ് ടൈമിലേക്ക് പോകുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, മണി ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഷോർട്ട് ടൈമിലേക്കാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ മണി മാർക്കറ്റ് എന്നും, ലോങ് ടൈമിലേക്കാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും വിളിക്കുന്നു.
അപ്പോൾ ഈ മണി മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ദിസ് ഈസ് ദ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടൈം ഫണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഷോർട്ട് ടൈമിലേക്ക് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ദ ഇൻസ്ട്രുമെന്റ്സ് ട്രേഡഡ് ഹാവ് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് 1 year or less. ഒരു വർഷമോ അതിൽ താഴെയോ ആയിരിക്കും ഇതിലുണ്ടായിരുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെയും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെയും മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്, റിപ്പോ റേറ്റ്. റിപ്പോ, റിവേഴ്സ് റിപ്പോ പോലുള്ള റേറ്റുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ട്രഷറി ബില്ല് അഥവാ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് ട്രഷറി ബില്ല് അഥവാ ടി ബില്ല് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ പേപ്പറുകളും നമ്മൾ അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് അഥവാ COD പോലുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിനെല്ലാം പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 1 yearലും താഴെയാണ്. ടി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, COD, അതുപോലെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, ഇതൊക്കെ ഓവർനൈറ്റ് ട്രാൻസാക്ഷൻസും വീക്ക്ലി ട്രാൻസാക്ഷൻസിലൊക്കെ പെടുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 1 yearൽ താഴെ മെച്യൂരിറ്റി പീരീഡ് ഉള്ള എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെയും നമ്മൾ ജനറലി വിളിക്കുന്ന ഒരു പേരാണ് മണി മാർക്കറ്റ്. ഒരു വർഷത്തിൽ മേലെ ആകുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വിളിക്കുന്നു. ഇറ്റ്സ് പ്രൈമറി ഫംഗ്ഷൻ ഇസ് ടു പ്രൊവൈഡ് ലിക്വിഡിറ്റി ആൻഡ് ഷോർട്ട് ടൈം ഫണ്ടിങ് ടു ബിസിനസ്, ബാങ്ക്സ് ആൻഡ് ദ ഗവൺമെന്റ്. പ്രധാനമായിട്ടും ബിസിനസ്സുകൾക്കും ബാങ്കുകൾക്കും തന്നെയും കോൾ മണി മാർക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. കോൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കുകളുടെ ഇടയ്ക്ക് നടക്കുന്ന ട്രാൻസാക്ഷൻസിനാണ് നമ്മൾ കോൾ മണി മാർക്കറ്റ് എന്ന് പറയാം. കൂടാതെ ഗവൺമെന്റ് ട്രാൻസാക്ഷൻ, ഇപ്പോൾ ടി ബിൽ എന്നൊക്കെ പറയുന്നത് ഗവൺമെന്റിന് പെട്ടെന്ന് ഒരു ഫണ്ട് ആവശ്യം വരുമ്പോൾ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതാണ് ടി ബിൽ എന്ന് പറയുന്നത്. ആ ടി ബില്ല് വഴി എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ഫണ്ട് റേസ് ചെയ്യുന്നു. അതിനൊരു മെച്യൂരിറ്റി പീരീഡിന് പല ടൈപ്പ് ഓഫ് മെച്യൂരിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ 90 റേഞ്ചിൽ, 180 റേഞ്ചിൽ, അങ്ങനെ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് പോകുന്നുണ്ടാവും. എല്ലാം 1 yearൽ താഴെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങൾക്കൊക്കെ ഗവൺമെന്റുകൾക്കോ ബാങ്കുകൾക്കോ ബാക്കിയുള്ള ഫിനാൻഷ്യൽ അഥവാ ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്കൊക്കെ പെട്ടെന്നൊരു ഫണ്ട് ആവശ്യം വരുമ്പോൾ അവർ റേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് ഏതിൽ വരിക? മണി മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ പ്രധാനമായിട്ടും വരിക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് കാർഡ് ഈസ് ഇഷ്യൂഡ് ബൈ ദ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ? നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ NPCI കേട്ടിട്ടുണ്ടാവും. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ അവിടെ കേൾക്കുന്ന ഒരു പേരാണ് NPCI. ഈ NPCI ഇഷ്യൂ ചെയ്തിട്ടുള്ള കാർഡ് ഏതാണ്? ഇന്ത്യയിൽ ഇൻഡിജിനസ് ആയിട്ട് ഇഷ്യൂ ഒരു കാർഡ് ചെയ്തിട്ടുണ്ട്. ആ കാർഡ് ഏതാണ്? വിസ കാർഡാണോ, മാസ്റ്റർ കാർഡാണോ, റുപ്പേ കാർഡാണോ, അതോ മൈസ്ട്രോ ഡെബിറ്റ് കാർഡാണോ എന്നുള്ള കാര്യം നമ്മൾ പക്ക ഫാക്ച്വൽ നോളജ് ആണ്. പക്ഷെ നമുക്ക് ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇന്ത്യൻ ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം. അങ്ങനെ നോക്കിയാൽ നമുക്ക് കണക്ട് ആവുന്ന റുപ്പേ കാർഡാണ്. നമുക്കറിയാം ഈ പറയുന്ന കാർഡുകളെല്ലാം നമുക്ക് കണ്ടുപരിചയം ഉണ്ടാവും. വിസ കാർഡ്, മാസ്റ്റർ കാർഡ്, റുപ്പേ കാർഡും ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്ന കാർഡുകളാണ്. ഇതിലേതാണ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടത്? അതായത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഇഷ്യൂ ഇതെന്ന് പറയുമ്പോൾ തന്നെ ഇൻഡിജിനസ് ആയിട്ട് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തതാണെന്നുള്ള കാര്യമായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറയുമ്പോൾ നമുക്ക് റുപ്പേ എന്ന് പറയുമ്പോൾ റുപ്പി പേ എന്നൊരു സാധനം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് C തന്നെയാണ്. RuPay is India's indigenous card payment network, conceptualized and launched by the National Payment Corporation of India. ഇന്ത്യയിൽ ഇൻഡിജിനസ് ആയിട്ട് NPCI ഡെവലപ്പ് ചെയ്ത ഒരു പുതിയ കാർഡാണ് എന്തെന്ന് പറയുന്നത്? റുപ്പേ കാർഡ് എന്ന് പറയുന്നത്. NPCIയുടെ റോൾ എന്താണ്? ഈ NPCI എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. NPCI is an umbrella organization for operating retail payments and settlement systems in India. ഇന്ത്യയിൽ നടക്കുന്ന റീറ്റെയിൽ പേയ്മെന്റ്സിനും സെറ്റിൽമെന്റ് സിസ്റ്റങ്ങളുടെയും അത് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ആണ് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നമ്മൾ നടത്തുന്ന പേയ്മെന്റുകളെയൊക്കെ ഓവർസീ ചെയ്യുന്ന ഒരു അംബ്രല്ല ഓർഗനൈസേഷനാണ് NPCI എന്ന് പറയുന്നത്. സെറ്റപ്പ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ദ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ. പ്രധാനമായിട്ടും NPCI രൂപീകരിക്കാനായിട്ട് മുൻകൈ എടുത്തത് RBIയും കൂടാതെ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും ആണ്. ഇന്ത്യയിലുള്ള പൊതുമേഖല അല്ലാത്ത മറ്റ് ബാങ്കുകളൊക്കെ ഉൾപ്പെടുന്ന ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും കൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചേർന്നാണ് ഈ പറയുന്ന ഒരു ബാങ്കിന്റെ രൂപീകരണത്തിന് ബാങ്കിന്റെ അല്ല NPCIയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത്. ഇനി റുപ്പേ എന്ന് പറഞ്ഞാൽ എന്താണ്? റുപ്പേ സ്കീം വാസ് ലോഞ്ച് ഇൻ 2012. 2012 റുപ്പേ സ്കീം ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ഒരു ഡൊമസ്റ്റിക് ഓൾട്ടർനേറ്റീവ് കണ്ടെത്തുക എന്നതായിരുന്നു ലക്ഷ്യം. ഇന്റർനാഷണൽ കാർഡിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാസ്റ്റർ കാർഡ്, വിസ കാർഡ്, മൈസ്ട്രോ കാർഡ് പോലുള്ള ഇന്റർനാഷണൽ കാർഡുകളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതിന് പകരമായിട്ട് അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ഡൊമസ്റ്റിക് ആയിട്ടൊരു കാർഡ് ഡെവലപ്പ് ചെയ്യുക എന്നതുകൊണ്ടാണ് NPCI ഇങ്ങനെ ഒരു കാർഡ് ഡെവലപ്പ് ചെയ്തത്. 2012 റുപ്പേ കാർഡ് കൊണ്ടുവന്നത്. ദ നെയിം ഈസ് എ ബ്ലെൻഡ് ഓഫ് ദ വേർഡ്സ് റുപ്പി ആൻഡ് പേയ്മെന്റ്. നമ്മൾ പറഞ്ഞതുപോലെ റുപ്പേ എന്ന് പറയുന്നത് റുപ്പി പേയ്മെന്റ് എന്ന് പറയുന്നതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ്. കീ ഫീച്ചർ എന്ന് പറയുന്നത് റുപ്പേ ഫെസിലിറ്റേറ്റ്സ് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ് ഡൊമസ്റ്റിക്കലി വിച്ച് ഹെൽപ്സ് റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ് ഫോർ ബാങ്ക്സ് ആൻഡ് ഇറ്റ് എൻഷുവേഴ്സ് ദ ട്രാൻസാക്ഷൻ ഡാറ്റ റിസൈഡ്സ് വിതിൻ ഇന്ത്യ. പ്രധാനമായിട്ടും നമ്മൾ മറ്റ് കാർഡുകളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിന് ചിലവ് കൂടുതലായിരിക്കും. ചിലവ് കൂടുക എന്ന് പറയുന്നത് മാത്രമല്ല അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡാറ്റ ബ്രീച്ച് ഉണ്ടാവാനുള്ള പോസിബിലിറ്റിയാണ്. ഇന്റർനാഷണൽ കാർഡ്സ് ഇന്ത്യയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ലീക്ക് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവാം. അത്തരത്തിലുള്ള ഒരുപാട് ഇൻസിഡൻസ് പല കാര്യങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഡാറ്റ ഉൾപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ഡൊമസ്റ്റിക്കലി ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും എന്ത് ചെയ്തു? ഇന്ത്യയിൽ തന്നെ ഒരു കാർഡ് എടുക്കുക എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നു. അങ്ങനെ ഇന്ത്യൻ
ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും അതുപോലെ നമ്മുടെ RBI ചേർന്ന് രൂപം കൊടുത്ത NPCI ഇന്ത്യയിൽ ഒരു ഇൻഡിജിനസ് കാർഡ് ഡെവലപ്പ് ചെയ്തു. അതാണ് റുപ്പേ കാർഡ് എന്ന് പറയുന്നത്. 2012 ഈ കാർഡ് ഡെവലപ്പ് ചെയ്തത്. നെക്സ്റ്റ് 8th ക്വസ്റ്റൻ എന്ന് പറയുന്നത് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഡിപ്പോസിറ്റ് സ്കീം ഫോർ ട്രേഡേഴ്സ്. ഇതൊക്കെ ലോജിക്കലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അതായത് ട്രേഡേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഏതാണ്? ഫിക്സഡ് ആണോ, റിക്കറിംഗ് ആണോ, കറണ്ട് ആണോ, സേവിങ്സ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ട്രേഡർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് പെട്ടെന്ന് ഫണ്ട് ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായിരിക്കും ട്രേഡർ എന്ന് പറയുന്നത്. പെട്ടെന്ന് പൈസ എടുക്കുകയും കൊടുക്കുകയും ചെയ്യേണ്ട വരുന്ന ആളാണ് ട്രേഡർ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് ഒരിക്കലും ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോസിബിൾ അല്ല. അപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് എടുക്കുന്ന ഒരാൾക്ക് പൈസ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. റിക്കറിംഗ് ആയിട്ട് ഡിപ്പോസിറ്റ് ഇട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിനകത്ത് എന്താണ്, നമുക്ക് പൈസ എടുക്കാനും പറ്റണം എന്നുള്ള ഒരു കാര്യമാണ്. കറണ്ട് ആണോ സേവിങ്സ് ആണോ എന്നൊരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ ആൾക്കാർ പലതരത്തിലും കറണ്ടും സേവിങ്സും മാറ്റി മാറ്റി ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് പെട്ടെന്ന് നമുക്ക് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട് എന്നൊരു കൺഫ്യൂഷൻ വരാം. മനസ്സിലാക്കുക, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന അക്കൗണ്ട് ഏതാണ്? കറണ്ട് അക്കൗണ്ട്. ഓപ്ഷൻ സി ആണ്. കറണ്ട് അക്കൗണ്ടിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എ കറണ്ട് ഡിപ്പോസിറ്റ് കോമൺലി നോൺ ആസ് എ കറണ്ട് അക്കൗണ്ട് is specifically designed to meet the high volume, high frequency transactions needed for business, traders and firms. വളരെയധികം ട്രാൻസാക്ഷൻസ് നടക്കുന്ന, അതായത് ഹൈ വോളിയത്തിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിലൊക്കെ പ്രധാനമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കറണ്ട് അക്കൗണ്ടാണ്. എന്തൊക്കെയാണ് അതിൻ്റെ ഗുണം? അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ. ട്രേഡേഴ്സ് ആൻഡ് ബിസിനസ് കണ്ടക്ട് ന്യൂമറസ് ട്രാൻസാക്ഷൻസ് ഡെയിലി. ഒരു ദിവസം അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട്. മേക്കിംഗ് ദ പേയ്മെന്റ്സ് ടു സപ്ലയേഴ്സ്, റിസീവിംഗ് പേയ്മെന്റ്സ് ഫ്രം കസ്റ്റമേഴ്സ്, പേയിങ് സാലറീസ് അല്ല എക്സെട്ര. നമ്മൾ പ്രധാനമായിട്ട് ഒരു കടയിൽ കയറുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നു, അയാൾ ബാലൻസ് തരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷൻസ്, പിന്നെ ഡെയിലി അയാൾ കൊടുക്കുന്ന ചെലവുകൾ, കട നടത്തുന്ന ആളാണെങ്കിൽ കടകളുടെ ചെലവുകൾ, ഇങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഡെയിലി കൊടുക്കുകയാണ്. സാലറി കൊടുക്കണം, അപ്പോൾ ഡെയിലി വേജസ് ആണെങ്കിൽ അതുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ഹെവി വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് ഒരു ദിവസം നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സ്ഥലത്ത് എന്താണ്, അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻസിന് പറ്റിയൊരു അക്കൗണ്ട് ആയിരിക്കണം സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിനെ പോലെ അല്ലാതെ കറണ്ട് അക്കൗണ്ട്സ് ജനറലി ഹാവ് നോ ലിമിറ്റ് ഓൺ ദ നമ്പർ ഓഫ് ഡിപ്പോസിറ്റ് ഓർ വിത്ഡ്രോവൽസ്. അപ്പോൾ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഒന്നും കിട്ടുന്ന സാധനമല്ല. എന്നാൽ നമുക്ക് പരിധി എന്താണ്, ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ലിമിറ്റും കാര്യങ്ങളൊക്കെ അതിനുണ്ടാവും. എന്നാൽ കറണ്ട് അക്കൗണ്ടിന് ഒരു ലിമിറ്റ് ഇല്ല, എന്നാൽ അതിനകത്ത് ഇൻട്രസ്റ്റോ കാര്യങ്ങളോ നമുക്ക് കിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പകരം നമുക്ക് ട്രാൻസാക്ഷൻസ് അൺലിമിറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആണ്. ദ ഫണ്ട്സ് മസ്റ്റ് ബി ഈസിലി ആക്സസിബിൾ അറ്റ് എനി ടൈം ഓഫ് ഡെയിലി ബിസിനസ് ഓപ്പറേഷൻസ്. ദ കറണ്ട് അക്കൗണ്ട് പ്രൊവൈഡ്സ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഇക്വിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി വിത്തൗട്ട് വിത്ഡ്രോവൽ റെസ്ട്രിക്ഷൻസ്. നമ്മൾ പറഞ്ഞതുപോലെ എപ്പോൾ വേണമെങ്കിലും പൈസ എടുക്കാനും കൊടുക്കാനും പറ്റുകയും ലിമിറ്റ് ഇല്ലാതെ നമുക്ക് ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ചെയ്യാനും പറ്റും എന്ന് പറയുന്നതാണ്. ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് രണ്ടാമത്തെ പ്രധാനമായിട്ടും പറയുന്നത്. കൂടാതെ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നതും ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ് എന്ന് പറയുന്നത്. നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളതിനും കൂടുതൽ എമൗണ്ട് എടുക്കാൻ പറ്റും. അതിന് ലോൺ എടുക്കുന്ന പോലെ നമുക്ക് അതിന് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ പൈസ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും എന്ന് മാത്രം. അപ്പോൾ ഇത്തരത്തിൽ ട്രേഡർ പോലുള്ള ആൾക്കാർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുക, കറണ്ട് അക്കൗണ്ട് ആണെന്ന്, അല്ലെങ്കിൽ കറണ്ട് ഡിപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9 എന്ന് പറയുന്നത് ദ ഡോക്യുമെന്റ് ഡ്രോൺ ബൈ ദ ഡെപ്റ്റർ കണ്ടെയ്ൻസ് അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ടു പേ ദ മണി ടു ദ ക്രെഡിറ്റർ. എന്ന് പറഞ്ഞാൽ നമ്മളൊരാളോട് കടം വാങ്ങുകയാണ്. കടം വാങ്ങുമ്പോൾ ആ കടം വാങ്ങിച്ച ആൾ കടം എവിടെ നിന്നാണോ വാങ്ങിച്ചത് അയാളുടെ അടുത്തുനിന്ന് ഒരു സർട്ടിഫിക്കറ്റ്, അവർ തമ്മിൽ ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഉറപ്പ് കൊടുക്കുന്നതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ പേര് എന്താണെന്ന് ചോദിക്കുന്നത്. പ്രധാനമായിട്ടും അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ടു പേ ദ മണി ടു ദ ക്രെഡിറ്റർ. ഞാൻ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുക്കുന്ന ഒരു പേപ്പർ എന്താണെന്ന് ചോദിക്കുന്നത്. നമ്മൾ അയാളോട് എന്താ പറയുന്നത്, ഒരു പ്രോമിസ് കൊടുക്കുകയാണ് ഇത്ര ദിവസത്തിനുള്ളിൽ തരാമെന്ന്. ആ ഒരു ലോജിക്ക് വെച്ച് മാത്രമാണ് ഇത് ആൻസർ ചെയ്യാം. പ്രോമിസറി നോട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഉണ്ട്, ക്രോസ്ഡ് ചെക്ക് ഉണ്ട്. അപ്പോൾ ആലോചിക്കുക, നമ്മൾ ക്രോസ് ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്ര ദിവസം കഴിഞ്ഞിട്ട് എഴുതിയെടുത്തോളം എന്ന് പറയുന്ന പോലെയല്ല. ബില്ല് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് DD എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് മോസ്റ്റ് ലോജിക്കലി പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനം എന്താണ്, നമ്മളൊരാളോട് പ്രോമിസ് കൊടുക്കുകയാണ് ഇത്ര ദിവസത്തിനുള്ളിൽ തരാമെന്ന്. പ്രോമിസറി നോട്ട് ആവാനാണ് സാധ്യത. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് പ്രോമിസറി നോട്ടാണ്. ദ ഡോക്യുമെന്റ് ഡിസ്ക്രൈബ്ഡ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ടു പേ എ സർട്ടൻ സം ഓഫ് മണി ഡ്രോൺ ബൈ ദ ഡെപ്റ്റർ, ദ വൺ ഹു ഓവ്സ് ദ മണി ആൻഡ് പെർഫെക്റ്റ്ലി മാച്ചസ് ദ ഡെഫിനിഷൻ ഓഫ് എ പ്രോമിസറി നോട്ട്. അതായത് നമ്മളൊരു കടം വാങ്ങിക്കുന്ന ആൾ കടം ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങുന്നത് അയാൾക്ക് കൊടുക്കുന്ന ഒരു ഡിപ്പോസിറ്റ്, അതായത് നമ്മൾ ഇത്ര ദിവസത്തിനുള്ളിൽ പൈസ തരാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. അതിന്റെ നേച്ചർ എന്താണ്, ഇറ്റ് ഈസ് എ റിട്ടൺ ഇൻസ്ട്രുമെന്റ് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് സൈൻഡ് ബൈ ദ മേക്കർ or debtor to pay a specific sum of money only to or to the order of specific person or the bearer of the instrument. ആരാണോ തന്നത് അയാൾക്ക് വേണ്ടിയിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രധാനമായിട്ട് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. അതിൽ രണ്ട് പാർട്ടീസ് ഉണ്ടാവുക, മേക്കർ ഓർ ഡെപ്റ്റർ ഉണ്ടാവും. അതായത് ആരാണ് കൊടുക്കേണ്ടത്, ആർക്കാണോ കൊടുക്കേണ്ടത്, ഇവർ രണ്ടുപേരും, അതായത് ഡെപ്റ്ററും ക്രെഡിറ്ററും ആയിരിക്കും പ്രധാനമായിട്ടും ഇതിൽ ഉണ്ടാവുക. അത് പ്രോമിസറി നോട്ടാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് ലോങ് ടേം ലോൺസ് ഈസ് കോൾഡ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞതിൻ്റെ ഒരു വേറെ വേർഷനാണിത്. ലോങ് ടേമിലേക്ക് ലോണുകൾ കൊടുക്കുന്നത് ആരാണ്, ഏത് ബാങ്ക്സ് ആണ് ലോങ് ടേം എന്ന് പറഞ്ഞാൽ ആലോചിക്കാം,
ക്യാപിറ്റൽ ആയിട്ട് ഇൻറ്റൻസീവ് ആയിട്ട് ഒരു ഏരിയ ആയിരിക്കും. ലോങ് ടൈമിലേക്ക് നമുക്ക് വേണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകളും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഏരിയ ഒക്കെ ആയിരിക്കും. ആ ഒരു ലോജിക്ക് വെച്ച് കണക്ട് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, കോർപ്പറേറ്റ് ബാങ്ക്, എക്സ്ചേഞ്ച് ബാങ്ക് ആൻഡ് റൂറൽ ബാങ്ക്സ്. റൂറൽ ബാങ്കുകാർക്ക് എപ്പോഴും എന്ത് വേണ്ടി വരും എന്ന് നമുക്ക് തോന്നുന്നില്ല. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ലോങ് ടൈം ലോണുകളായിരിക്കില്ല, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും കൊടുക്കുന്നത്. എക്സ്ചേഞ്ച് ബാങ്കുകൾ ആവാനുള്ള പോസിബിലിറ്റിയും കുറവാണ്. കാരണം എന്താണ്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ് ലോങ് ടൈം ലോണുകളാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഇത് രണ്ടുമാണ്. ഇൻവെസ്റ്റ്മെന്റ് ആണോ കോർപ്പറേറ്റ് ആണോ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഒരു ബാങ്ക് എന്താണ് അതിന്റെ പ്രാഥമിക പർപ്പസ് എന്ന് പറയുന്നത്, ലോങ് ടൈമിലേക്ക് ലോൺ കൊടുക്കുക. ലോങ് ടൈമിലേക്ക് ലോൺ കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ലോങ് ടൈമിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ക്യാപിറ്റലിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ആ ലോജിക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പർപ്പസ് ആവും. അവർക്ക് ഡേ ടു ഡേ ആവശ്യങ്ങളും ഉണ്ടാവും, ലോങ് ടൈമിലേക്കുള്ള ആവശ്യങ്ങളും ഉണ്ടാവും. പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ട് എന്ന് പറയുന്നത് ലോങ് ടൈം ലോൺസ് എന്ന് പറയുന്നത് കൂടുതൽ ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ്. കുറേ നാളത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് നോക്കാം. ആൻസർ എ തന്നെയാണ്. വൈൽ ഓൾ ദ മേജർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ദസ് ദെയർ കോർപ്പറേറ്റ് ബാങ്കിങ് ഡിവിഷൻസ്, അതിനുള്ളിൽ തന്നെ എന്ത് ഉൾപ്പെടുന്നുണ്ട്, കോർപ്പറേറ്റ് ബാങ്കുകൾ ഉൾപ്പെടുന്നുണ്ട്. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഓഫർ ലോങ് ടൈം ലോൺസ്, അതായത് ടേം ലോൺസ് എന്ന് നമ്മൾ പറയും. ടേം ലോൺസ് അഥവാ ലോങ് ടൈം ലോണിനെ ചുരുക്കി പറയുന്ന ഒരു വേറൊരു പേരാണ് ടേം ലോൺസ് എന്ന് പറയുന്നത്, ഓർ പ്രൊജക്ട് ഫിനാൻസ് എന്ന് പറയും. ദ കാറ്റഗറി ദാറ്റ് ഈസ് ഫണ്ടമെന്റലി അബൌട്ട് പ്രൊവൈഡിംഗ് ഓർ ഫെസിലിറ്റേറ്റിംഗ് ലോങ് ടൈം ക്യാപിറ്റൽ ഫോർ ബിസിനസ്, ഗവൺമെന്റ്സ് ആൻഡ് ലാർജ് പ്രൊജക്ട്സ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ്. എന്താണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്? അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെ ലോങ് ടൈമിലേക്ക് ലോൺ കൊടുക്കുന്നു. അതായത് കോർപ്പറേറ്റ് ബാങ്കുകൾ ഉൾപ്പെടുന്നതല്ല എന്തിലാണ്, ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ തന്നെയാണ്. ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ ഉൾപ്പെട്ട ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നു, ലോങ് ടൈം ലോൺസ് അഥവാ ടേം ലോൺസ് എന്നറിയപ്പെടുന്ന ലോങ് ടൈം ലോണുകൾ കൊടുക്കുന്നു. പ്രധാനമായിട്ട് എന്തിനാണ്, ലോങ് ടൈം ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരു കമ്പനി, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും അവർക്ക് ലോങ് ടൈം ക്യാപിറ്റൽ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർക്കൊരു ലോങ് ടൈം ക്യാപിറ്റൽ ആവശ്യം ഉണ്ടാകും. ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്ക് ഉൾപ്പെടെ. അപ്പോൾ ഈ പറയുന്ന എല്ലാ കമ്പനികൾക്കും ലോങ് ടൈമിലേക്ക് വേണ്ട ഫണ്ട് റേസ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നു, നമ്മുടെ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകൾ സഹായിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ പ്രധാനമായിട്ടും ലോങ് ടൈം ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ട് ലോൺ കൊടുക്കുന്ന ആരാണ്, ക്യാപിറ്റൽ ആയിട്ടുള്ള ഏരിയ എന്ന് മനസ്സിലാക്കുക, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളാണ്. ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ലോങ് ടൈം ലോൺ അല്ലാത്ത, നമ്മൾ ആദ്യം പറഞ്ഞ പ്രോഫിറ്റ് അല്ലാതെ ലോങ് ടൈം ഒന്നും അല്ലാതെ ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മേഖലയുടെ വികസനത്തിന് വേണ്ടി കൊടുക്കുന്നവരായിരുന്നു ആര്, ഡെവലപ്മെന്റ് ബാങ്ക്സ്. പ്രോഫിറ്റ് തന്നെ വെച്ചിട്ട് ലോങ് ടൈമിലേക്ക് കൊടുക്കുന്ന ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് ലോൺ കൊടുക്കുന്നവർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ബാങ്കുകളുടെ ടൈപ്പ് കൂടെ നമ്മൾ പഠിച്ചിരിക്കുക. മെച്യൂരിറ്റി അനുസരിച്ച് നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. ലോങ് ടൈം ലോണും ഷോർട്ട് ടൈം ലോണും കൊടുക്കുന്ന കാര്യം പറഞ്ഞു, മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫാക്ടറുകൾ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസിൽ നിന്ന് എങ്ങനെ ലോജിക്കലി കണക്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റണം. ആ ഒരു ഓപ്ഷനിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, കീവേഡ്സ് മാർക്ക് ചെയ്യുക, കീവേഡ്സ് കണക്ട് ചെയ്യുക, ഓപ്ഷനിൽ നിന്ന് അതുമായിട്ട് ബന്ധമില്ലാത്തതിന് ഒഴിവാക്കി വിടുക, ഓപ്ഷനിൽ തന്നെ ലോജിക്കലി തെറ്റായിട്ട് കിടക്കുന്ന സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കി വിടുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈനൽ ആൻസറിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുപോലത്തെ ഫാക്ട്സ് പഠിക്കുന്ന സമയത്ത് കണക്ട് ചെയ്ത് ഇതുമായിട്ട് റിലേറ്റഡ് ഫാക്ട്സ് കണക്ട് ചെയ്ത ടോപ്പിക് തന്നെ ഒന്ന് പഠിച്ച് കവർ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം നമ്മളിവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകൾ എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞിരുന്നു, ജസ്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് നമ്മൾ ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളെ പറ്റിയിട്ട് കൂടെ ഒന്ന് പറയാം. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകൾ എന്ന് പറയുന്നത് പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് their core function is to help clients or corporations or governments raise long term finance by acting as an intermediary in the capital markets. This is done through underwriting and issuing and long term strategic advice. അതായത് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളുടെ ഫംഗ്ഷൻസിനെ പറ്റിയിട്ടാണ്. പ്രധാനമായിട്ടും അവർ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, മീൻസ് അവർ കോർപ്പറേഷൻസിനെ ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്, കോർപ്പറേറ്റുകളെ ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റിനെ തന്നെ ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. രണ്ടും അവർ ചെയ്യുന്നുണ്ട്. എന്തിനാണ്, അവർക്ക് ലോങ് ടൈം ഫിനാൻസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഒരു ആവശ്യം വരുന്നു, ലോങ് ടൈമിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്ലാൻ ചെയ്യുന്നു, ഫണ്ട് വേണം. അല്ലെങ്കിൽ കോർപ്പറേറ്റുകളാണെങ്കിൽ അവരുടെ ബിസിനസ് അവർ എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു, അതിന് വലിയ രീതിയിലുള്ള ഫണ്ട് വേണം. ഈ ഫണ്ടിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സിനെ സമീപിക്കുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് അവർക്ക് ലോങ് ടൈമിലേക്ക് വേണ്ട ക്യാപിറ്റൽ ഫണ്ടുകൾ കൊടുക്കുന്നു. ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്, അണ്ടർ റൈറ്റിംഗ് ആൻഡ് ഇഷ്യൂയിങ് വഴി. ഒന്ന്, അതായത് ലോങ് ടൈം ഡെറ്റ് സെക്യൂരിറ്റീസ് അഥവാ ബോണ്ടുകൾ വഴി, അല്ലെങ്കിൽ സ്റ്റോക്കുകൾ IPO രജിസ്റ്റർ ചെയ്ത് അതുവഴി നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ടും ബോണ്ടുകൾ, ഇവർ ഗവൺമെന്റ് ഒക്കെ ആണെങ്കിൽ അവർ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളിലൂടെ ഫണ്ട് റേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റോക്കുകളിലൂടെ ഫണ്ട് റേസ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അണ്ടർ റൈറ്റിംഗ് ആൻഡ് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വഴി ഫണ്ട് റേസ് ചെയ്യുന്നു. കൂടാതെ ലോങ് ടൈം സ്ട്രാറ്റജിക് അഡ്വൈസ് കൊടുക്കുന്നു. അതായത് പ്രധാനമായിട്ട് M&A അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ്, അതായത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ്, ഈ പറയുന്ന ഫിനാൻഷ്യൽ ഫണ്ട് റേസ് ചെയ്യേണ്ട കാര്യത്തിൽ അഡ്വൈസ് കൊടുക്കുകയും ആര് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് പ്രധാനമായിട്ടും ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് മനസ്സിലാക്കുക, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളുടെ ഫംഗ്ഷൻ ലോങ് ടൈമിലേക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അതിന് വേണ്ടിയിട്ട് അഡ്വൈസ് അവർ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്നും കോർപ്പറേറ്റുകൾക്കും ഗവൺമെന്റിനും ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക.
അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ്, ഡെവലപ്മെൻറ്റ് ബാങ്കുകളെ പറ്റിയിട്ടും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളെ പറ്റിയിട്ട്, അതുപോലെ ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഡിപ്പെൻസ് ഓൺ ദെയർ ഫംഗ്ഷൻ, പിന്നെ അവരുടെ ടെന്യൂർ അനുസരിച്ചിട്ട് നമ്മളതിനെ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ആയിട്ട് മാറ്റിയിരുന്നു, ക്യാപിറ്റൽ മാർക്കറ്റ് മണി മാർക്കറ്റുമായിട്ട് മാറ്റിയിരുന്നു, കണക്റ്റഡ് കുറച്ച് ഫാക്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ബാങ്കുകളുടെ ടൈപ്പുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളൊരു ബേസിക് ഫാക്ട്, ഓരോ ക്വസ്റ്റിനെ നമ്മൾ വായിക്കുമ്പോൾ അതിൽ ലോജിക്കലി എങ്ങനെ കണക്ട് ചെയ്യാം, ക്വസ്റ്റിനുള്ള കീവേഡ് മാർക്ക് ചെയ്തതിന് ശേഷം ആ ക്വസ്റ്റിനുള്ള ഓപ്ഷൻസുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതുവഴി എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, അതുമായിട്ട് ബന്ധമില്ലാത്ത എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, ഒട്ടും ലോജിക് ഇല്ലാത്ത ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളയാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റിൽ നിന്ന് ആൻസറിലേക്ക് എത്താം. കൃത്യമായിട്ടുള്ള ഫാക്ട് അറിയില്ലെങ്കിലും നമുക്ക് മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ആൻസർ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിക്ക് ചെയ്യാൻ പറ്റണം. അത്തരത്തിൽ നമ്മളിപ്പോൾ പഠിച്ച ഫാക്റ്റുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, പരമാവധി കണക്ട് ചെയ്ത് ആൻസറിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. അപ്പോൾ ഫാക്ട്സ് പഠിക്കുമ്പോൾ നമ്മൾ അതിന് കുറച്ച് എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട് പഠിച്ച ആ ടോപ്പിക് തന്നെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോർഷൻ അതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് ഏരിയ നമ്മൾ കവർ ചെയ്തു. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ബാക്കിയുള്ള ക്വസ്റ്റൻസ് കൂടി കവർ ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. SCERT പോലുള്ള റെഫറൻസുകളൊക്കെ പ്രധാനമായിട്ടും റെഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.